അപ്പോൾ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്റ്റാർ ക്ലബിൻ്റെ ബാച്ചിലേഴ്സ് പാർട്ടി ടൂർ ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു ഭക്തിഗാനത്തോടെ പാടുന്നത് ബെന്നി ഗോപുരം ആൻഡ് ടീം. അല്ല, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പാടാം. യെസ് യെസ്. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണം, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. നല്ല പുതുപുത്തൻ അർബാനിയ വണ്ടി അതിങ്ങനെ റോഡിലൂടെ അരയണ്ണം പോണ മേലെ കുണുങ്ങി കുണുങ്ങി പോകുമ്പോൾ അതിൻ്റെ കൂടെ മനസ്സിനിണങ്ങിയ സുഹൃത്തുക്കളും, അതിൻ്റെ ഒരു വൈബ് നമ്മൾ ആസ്വദിച്ചാൽ തീർക്കണം. വയസ്സ് കുറയും മക്കളെ, വയസ്സ് കുറയും. പോട്ടെ മാറിക്കണ മക്കളെ, ദൈവമേ ദേ പോണ റോഡ് കണ്ട. കളി അല്ലല്ല ആകണ്ട. ഈ മോഹൻലാലിന്റെ മാതിരി ഇരുന്ന് ഈ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ഈ റോബിൻ അച്ചായൻ ചില്ലറക്കാരനല്ല കേട്ടോ, ഒരു പുലിയല്ല പുപ്പുലി. സ്വന്തം വീടിന്റെ അപ്പുറത്ത് ഒരു 5 ഏക്കർ ഭൂമി മേടിച്ച് വനം വെട്ടിത്തെളിച്ച് അതിലൊരു റിസോർട്ട് ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് പുള്ളി. മാത്രമല്ല നമ്മുടെ മിസ്സിസ് റോബിനും. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ റിസോർട്ട് ശരിയാക്കിയിട്ടത്. അവരെ സമ്മതിച്ചു കൊടുക്കണം. കാട് വെട്ടിത്തെളിച്ച് അവിടെ ഒരു സൗധം കെട്ടി ഏറുമാടം വെച്ച് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് കൂടാണ്ട് ഒഴുകി വരുന്ന ചാടി വരുന്ന വെള്ളത്തിൽ ഒരു പൂളുണ്ടാക്കി, നാച്ചുറൽ പൂള്. അതിൽ കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സൗകര്യം ഉണ്ടല്ലോ, സുഖം ഉണ്ടല്ലോ, സന്തോഷം ഉണ്ടല്ലോ. ഓഫ്, അത്ര തണുത്ത വെള്ളമാണ്. ഇറങ്ങി കുളിക്കാൻ എളുപ്പമൊന്നുമല്ല, പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വളരെ പതുക്കെ നമ്മൾ അതിനോട് ഇണങ്ങിച്ചേരും. അവിടെ ഉള്ള സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും പോവാം. ഒരു 25 പേർക്ക് താമസിക്കാം സുഖമായിട്ട്. എല്ലാ സൗകര്യങ്ങളും A to Z. നിങ്ങൾക്ക് ഭക്ഷണം വയ്ക്കാം, തീയിട്ട് കായാം, ഏറുമാടത്തിൽ കിടക്കാം. അതല്ലെങ്കിൽ കപ്പിൾസ് ആണെങ്കിൽ കൊക്കുരുമി ഇരുന്ന് സംസാരിക്കാനുള്ള സ്ഥലം വേറെയുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ കണ്ടു തീരുമ്പോൾ അത് മനസ്സിലാവും. ഇതിപ്പോൾ ട്രക്കിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പുള്ളിയിൽ അത്യാവശ്യം ചെറിയ വേലകളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നാമത്തേൽ കുണ്ടും കുഴിയും എപ്പോഴാണ് തെറിച്ച് പോകാമെന്ന് പേടിച്ചിരിക്കുമ്പോഴായിരിക്കും പുള്ളിയുടെ ഒരു ബ്രേക്ക് ഔട്ട്. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ ആ എന്താ പറയുക ആക്ഷൻ ഒന്നും കൂടി കിട്ടും. ഞങ്ങളൊരു കാലത്ത് എത്താന്ന് വെച്ചാൽ പറ്റിയില്ല. 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിപ്പെട്ടത്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുന്നവരെ പുറം ലോകമായിട്ടുള്ള ബന്ധം വിട്ടുപോയി. അതാണ് ആ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ അതിഥി ദേവോ ഭവ, അതാണ് അവരുടെ ആ മനസ്സ്. കൊച്ചു മകനാണ് വന്ന് 8 വയസ്സ് അങ്ങനെ ആയിട്ടുണ്ടാവും. അവനാണ് കുറച്ചുകൂടി മഴയുള്ള കാരണം കൊണ്ട് ഞങ്ങളൊക്കെ പുറത്തിറക്കി വീട്ടിൽ കയറ്റിയിരുത്തി വെള്ളം തന്ന് അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ജീപ്പിലേക്ക് നമ്മൾ കൊണ്ടുപോയത്. ഇതൊക്കെ ശരിയായി ട്രെയിൻ ചെയ്ത് എന്തോ ഈ പുള്ളിയുടെ എഞ്ചിനീയറാണെന്നാണ് പറഞ്ഞത്, മെക്കാനിക്കൽ എഞ്ചിനീയർ. പക്ഷെ അതിൻ്റെ ഒരു ധൈര്യം കൂടി ആയിരിക്കാം ഇത്രയൊക്കെ എല്ലാ സർവകലാവല്ലഭനായിട്ട്. ഇനി ഭക്ഷണം വേണോ, ഏത് തരം ഭക്ഷണം വേണമെങ്കിൽ വെച്ച് തരും. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. അടിപൊളി സൗകര്യങ്ങളുള്ള ഈ സ്ഥലത്ത് നിങ്ങൾക്ക് പോയി ജീവിക്കാൻ പറ്റിയ ഒരു ദിവസം താമസിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. ഒരുപാട് ടൂറുകൾക്ക് ഞാൻ പോകാറുണ്ട്, പക്ഷേ ഇത്രയും ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് കാടിനുള്ളിൽ എവിടെ തിരിഞ്ഞാലും കോടയാണ്. ചിലപ്പോൾ വെളിച്ചം, ചിലപ്പോൾ ഇടുക്കി ഡാം, ഈ വക സംഭവങ്ങളും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ഈ വീഡിയോ മുഴുവനും കാണും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വൈബ് മനസ്സിലാവും. വരണുള്ളൂ ബിൽഡിങ്ങും അതേപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ പോണ്ടും മറ്റു സൗകര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടാ. നല്ല ഗുഡ് ഡ്രൈവിംഗ് ആ, പക്ഷേ അടിപൊളി. നിങ്ങളെ സമ്മതിച്ചിരിക്കണ.
ഒരുപാട് ട്രക്കിംഗ് ഞാൻ നടത്തിയിട്ടുണ്ട് 3 മണിക്കൂറിന്റെ ഒക്കെ. അത് വെച്ച് ആദിയിൽ സർവേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു തുണയുണ്ടായി, അതിലൊരു സഖിയുണ്ടായി. മക്കളെ, ഇതേപോലുള്ള ഏറുമാടത്തിൽ വന്ന് കിടന്നാലേ എന്തായിരിക്കും സ്ഥിതി? ഇതാണ് പാൽക്കുളം ഹൈറ്റ്സിൻ്റെ മറ്റു ഭാഗങ്ങൾ. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു 5 ഫാമിലി വന്നാലും ആഘോഷമായിട്ട് പിള്ളേർക്ക് കളിക്കാനും പിടിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വളരെ എന്താ പറയുക, കരവിരുതോടി ഉണ്ടാക്കിയേക്കണ, ദീർഘ വീക്ഷണത്തിൽ ഉണ്ടാക്കിയേക്കണ ഒരു സംഭവമാണ് ഈ പാൽക്കുളം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ചിലേഴ്സിന് കിടക്കാവുന്ന ഒരു സൗകര്യം ചെയ്ത് വെച്ചാണത്. അടിവശത്ത് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, സാധാരണ 3 സൈഡിലേക്ക് പോയി അട്ടയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ അട്ടയോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇതാണ് ഇടുക്കി സ്ഥലത്തെ സുപ്രഭാതം. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ. ചങ്ങമ്പുഴയുടെ ആ കവിത, കവിതയൊക്കെ ചൊല്ലാൻ പറ്റിയ അന്തരീക്ഷം. ചിരിക്കാൻ തുടങ്ങുന്ന മേഘങ്ങൾ. ഇവിടെ കൊച്ചു വർത്താനം പറയാൻ, കപ്പിൾസ് വരുമ്പോൾ ഇരിക്കാനൊരു സ്ഥലം, എല്ലാം ഭംഗിയായിട്ടില്ലേ? വെറും ഒരു കാട് പ്രദേശം വെട്ടിത്തെളിച്ച് ഒരു ഫാമിലി ഉണ്ടാക്കിയെടുത്ത അവരുടെ അധ്വാനം. ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. ഇനിയും വരും. ഈ സ്ഥലത്ത് ഇടയ്ക്കും തലയ്ക്കൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം. ഇതാണ് പാൽക്കുളത്തെ നാച്ചുറൽ പോണ്ട്. വേണ്ട, പാലല്ല, വെള്ളമെന്ന് മാത്രമേ ഉള്ളൂ. ഒരല്പം സെക്സൊക്കെ ഉണ്ടാവും. ആണുങ്ങളായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ കുളത്തിലിറങ്ങിയ പോത്തുകളുടെ മാതിരി ഒരെണ്ണം കയറില്ല. അടിപിടി നടത്തിയിട്ടാണ് ഓരോരുത്തരെ കയറ്റി കൊണ്ടുവന്നത്. മതി മറന്നുള്ള കുളിയാണ് മക്കളെ. എന്തായാലും നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. ധൈര്യമായിട്ട് പൊക്കോ, എൻ്റെ ഗ്യാരണ്ടി കേട്ടോ. ഒരു പ്രശ്നവുമില്ല. സുന്ദരമായിട്ട് കൊടക്കണ കാശിന് അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് ആസ്വദിച്ച് വരാൻ പറ്റും.